കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെ, ഈ കല്യാണം നടന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണട്ടാ. ഞാൻ ഇന്നലെ തന്നെ പ്രാർത്ഥിച്ചു. ഇന്നലെ പ്രാർത്ഥിച്ചാ? അത് പുളിച്ചു പോയിണ്ടാവും. ഇന്ന് വേറെ പ്രാർത്ഥിക്ക്. പുളിച്ചു പോകാനത് എന്താ പാല? എന്റെ പ്രാർത്ഥനയല്ലേ? ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ കല്യാണം നടക്കാൻ നീ പ്രാർത്ഥിച്ചാ, നിന്റെ കല്യാണം നടക്കാൻ ഞാനും പ്രാർത്ഥിക്കും. പോട്ടേട്ടാ. കേറ് പങ്കിയാമങ്ങട്. അച്ഛൻ കേറിക്കോ. ഞാൻ മുന്നിലാണോ? കേറാ പുണ്യൻ. ഇരുന്നാ അതിലടിക്കാ പുണ്യേ. എന്റെ ഭഗവതി, ഈ ആലോചന എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കി തരണേ. ഒരു വഴിക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു വഴിക്ക് എന്താ റഹീമാണല്ലോ. എന്താ റഹീമേ? വിളിക്കണേ ചെല്ലേ. എന്താടാ ഇങ്ങ വന്നേ. എന്താണ് ഒരു വഴിക്ക് പോണതിന്റെ ഇടയില്? കാര്യം പറയട്ടെ. എന്ത്? ഇപ്പൊ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാ അവർക്ക് ബന്ധത്തിന് താല്പര്യമില്ല. നീ എന്തീ പറഞ്ഞ ഈ സമയത്ത് വന്നിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞാല് എന്താ കാര്യം? അമ്പിളി ഷാഹിനെ അടിച്ചോണ്ട് വന്ന വിവരം അവരിന്ന് രാവിലെ അറിഞ്ഞത്. എന്തൊരു കഷ്ടമാണിത്. നീ എടാ ഇന്ന് ഇത്തിരി നേരത്തെ പറയണ്ട, ഇറങ്ങണതിന് മുമ്പ് ഇത് ഈ വക കാര്യങ്ങളൊക്കെ. അതിനിപ്പോ എന്താ കുഴപ്പം? അതിനിപ്പോ എന്താ കുഴപ്പമെന്നോ? അങ്ങനെയുള്ള കുടുംബത്തിലേക്ക് അയക്കാൻ അവർക്ക് താല്പര്യമില്ല അത്രേ. നീ ഒന്നുകൂടി ഒന്ന് വിളിച്ച് സംസാരിച്ച തീരാവുന്ന കാര്യം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ആരെങ്കിലും വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കിയായിരിക്കും. ഞാൻ മാക്സിമം സംസാരിച്ചു നോക്കി, നടക്കില്ല. എന്താ പങ്കിയാമ്മ? എന്തായി? ഇല്ല, അത് ഞാൻ ഒരു സംശയം ഇപ്പൊ വരാം. അനന്തേട്ടാ, ഈ റഹീമ പറയണോടത്തല്ലേ അമ്മ പെണ്ണ് കാണാൻ പോണത്? കാണുന്നതിന് മുമ്പ് കമ്മീഷൻ ചോദിച്ച് തർക്കിക്കാന്ന് തോന്നുന്നുണ്ട്. ഓടാ അവിടുന്ന് തോന്നിയ ദിവസം പറയാണ്ട്. എന്താ നീ ഒന്ന് ചെന്ന് നോക്കിയേ. ആര് ചെന്നിട്ട് എന്താ കാര്യം? എന്തൊരു കഷ്ടാണെന്ന് നോക്കി. എടാ ഞാനിത് ഈ സമയത്ത് ഇത് എന്തെന്ന് പോയി പറയും ഞാൻ അവരോട്? പിന്നെ ഞാൻ പറയാനാ ഇത്? നീ ഒന്ന് പോയി പറയുന്നു. അല്ല, അമ്മാവൻ തന്നെ പറ, അതാ നല്ലത്. എന്താണ്? അല്ല അല്ല ഒന്നുമല്ല. അതേ ഇപ്പോ പറയണ ഇപ്പൊ അങ്ങോട്ട് പോണ്ടെന്ന് അവൻ പറയണേ. അതെ, ഇതിനകത്ത് അയാളെ കയറ്റാൻ പറ്റില്ല, സ്ഥലവുമില്ല. പങ്കിയാമ്മ കയറും, നിങ്ങൾ ബൈക്കിന് വാ. കണ്ട ഇപ്പൊ അവന് പോകാൻ വേണ്ടിയല്ല, ഇപ്പൊ നമ്മളങ്ങോട്ട് പോണ്ടാന്ന്. അത് എന്താ കാര്യം? എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇപ്പൊ ഒരു മരിപ്പുണ്ടായി, അതാണ്. നീ പറഞ്ഞില്ലടാ ഇപ്പൊ അമ്മയുടെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞില്ലേ? അതായത് ഈ കുട്ടിയുടെ അമ്മയുടെ അമ്മ മരിച്ചു. അത് കാരണം ഇനിയിപ്പോ പോവാൻ പറ്റില്ലല്ലോ. അല്ല, ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഒരു മരിച്ച വീടല്ലയോ, നമുക്ക് എല്ലാവരും കൂടെ അവിടെ വരെ പോയിട്ടിങ്ങി പോരാം. അതെ അതെ. എന്തിനു നമ്മൾ അവിടെ പോണേ? എന്താ അതിന്റെ കാര്യം? അമ്മാവ് നമ്മൾ ഇന്ന് അവിടെ ചെല്ലാന്ന് പറഞ്ഞതല്ലേ? അപ്പൊ ആ വീട്ടിലൊരു അത്യാഹിതം നടന്ന അമ്മ ഒന്ന് അവിടത്തോളം ചെല്ലണ്ടേ? എടാ അമ്പിളി, അതിന് നമുക്ക് അവര് യാതൊരു പരിചയവും ഇല്ലല്ലോ. ഒരു പരിചയമില്ല. അത് വെറുതെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ അങ്ങോട്ട് കയറിച്ചില്ല? എന്തിനമ്മ വെറുതെ തടസ്സം പറയണ? അല്ലെങ്കിൽ ഒരു പട്ടി എത്താലും റീത്താട്ടി എന്നിങ്ങനെ വ്യസനിച്ച് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. നീ പോ, ചെല്ല്, എനിക്ക് പറ്റില്ല. അതെ, നമ്മളിപ്പോ അവിടെ പോകേണ്ട ഒരു കാര്യമില്ല. ഒന്നും നോക്കണം, വണ്ടി കയറി. അതെ, വേണ്ട, പറ്റില്ല, മരിച്ചതല്ല. പിന്നെ ആത്മഹത്യ ചെയ്താണോ? അതെ, അവർക്ക് താല്പര്യമില്ല. എന്താ ഈ ബന്ധം? താല്പര്യമില്ലാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഒന്ന് പറഞ്ഞു കൊടുത്തടാ. അതെ, വേറൊന്നുമില്ലായിരുന്നു ചേട്ടാ. അത് പിന്നെ അമ്പിളി ഷാഹിനെ വിളിച്ചിട്ട് വന്ന വിവരം അവരിന്ന് രാവിലെ അറിഞ്ഞത്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കുടുംബത്തിലേക്ക് അവരുടെ കുട്ടീനെ അയക്കാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അപ്പുണ്ണിയേ, നീ ഇറങ്ങി.
രാവിലെ ആ ഓഫീസിലേക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു. വെറുതെ അച്ഛൻ്റെ വാക്കും കേട്ടിട്ട്. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം കാര്യങ്ങൾ ഭംഗിയായില്ലേ? ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, ഞാൻ വരുന്നില്ല, എനിക്ക് വേറെ പരിപാടികളുണ്ട്. അപ്പോൾ ആ ഡിജിറ്റൽ സർവേ എനിക്ക് വേണ്ടിയിട്ടാണ് ഇവർ മാറ്റി വെച്ചത്. ഇപ്പം അത് നടന്നില്ല, ഇത് നടന്നില്ല. നീ എന്ത് വർത്താനാണ് എന്തായി പറയുന്നത്? ആ പുള്ളിയുടെ കാര്യത്തിന് നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരാ പോവാ? എൻ്റെ അമ്മയെ അതിന് വീട്ടിലുള്ള ആളുകൾ മുഴുവൻ ഒന്നടങ്കം പോകേണ്ട എന്ത് കാര്യമുണ്ട്? അങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ടോ? ആളുകൾ ചോദിക്കുമ്പോൾ അവരോട് സമാധാനം പറയേണ്ടതൊന്നുമില്ലെങ്കിൽ ആ അപ്പുണ്ണീനെ അവൻ്റെ ഏതെങ്കിലും 1-2 കൂട്ടുകാരെയും വിട്ടിട്ട് അവന് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ പോയാൽ പോരെ? എടാ, അതിന് ആരാ അവന് കൂട്ടുകാരായിട്ടുള്ളത്? ആകെപ്പാട് കൂട്ടുകാരായിട്ടുള്ളത് 2 പശുക്കളാണ്. ആ പശുക്കളെ കൂട്ടി അവനെ പെണ്ണ് കാണാൻ വിടാൻ പറ്റുമോ? എന്താ അച്ഛൻ പറയണേ? അച്ഛൻ പറയണേലും കാര്യമില്ലേ? അവൻ്റെ കൂടെ പോകാൻ ചേട്ടന്മാരായ നിങ്ങളല്ലാണ്ട് വേറെ ആരാ ഉള്ളത്? അല്ലെങ്കിൽ അപ്പുണ്ണിയുടെ കാര്യത്തിൽ നിങ്ങളൊക്കെ അമാന്താണ്, എനിക്കറിയാം. അമാന്തായിട്ടപ്പോൾ ഞാൻ ലീവ് എടുത്തത് ആണോ? സീതേ, ഒരു ചായ എടുക്ക്, തലവേദന എടുക്കുന്നു. എന്നെ കൊണ്ടൊന്നും വയ്യ. ഒരു ചായ ഇട്ട് കൊടുത്തൂടെ അമ്മേ? എനിക്ക് മൂടില്ല. ഒരു ചായയുടെ അത്ര വലിയ മൂട് വേണോ? നിനക്ക് മൂടുണ്ടാ? എന്നാ പോയി ഉണ്ടായിക്കോ. നീ ചായ എടുക്കണ്ട. ആ ഷാഹിന എന്ത് ചെയ്യും? ഷാഹിന എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ ബലരാമേട്ടാ. അമ്മേ, ഇനി ഈ കാര്യം പറഞ്ഞ് വെറുതെ ആ പെണ്ണിനെ മേക്കിട്ടാറാൻ നിൽക്കരുത്. ഞാനതിന് ആരോടൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഞാനാണല്ലോ എപ്പോഴും പ്രശ്നം. അത് ശരി, അത് ശരി. പറയാം. അതേ, ഞാൻ വിളിക്കാം റഹീമേ, ഞാൻ വിളിക്കാട്ടോ. ശരി. അതേ അനന്ത, ആ റഹീം ഇപ്പൊ പോയതിനു ശേഷം വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞിട്ട്. ആർക്ക്? അപ്പുണ്ണിക്കടാ. അപ്പുണ്ണിക്ക് ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ തന്നെ പോയി കണ്ടാലോ? അനന്തോ, നീ എന്തോ പറയാ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? അല്ല, എല്ലാരും ഒരുങ്ങിയിരിക്കല്ലേ? ഒരുങ്ങിയിരിക്കുക വെച്ചിട്ട് നമ്മളെന്താ സിനിമയ്ക്ക് പോവാ? ഒരു വീട്ടിലേക്ക് കയറി ചെല്ലണ്ടേ? ആദ്യം എന്തൊക്കെ കാര്യങ്ങളെന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? വെറുതെ അങ്ങോട്ട്. അതേ, ഇപ്പൊ അവരുടെ കുടുംബം തരക്കടൊന്നുമില്ല എന്നാ പറഞ്ഞേ. കുട്ടിയും കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. പ്രശ്നം പിന്നെ നല്ല ചുറ്റുപാടൊക്കെ ആണത്രേ. അത്യാവശ്യം സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട്, നമ്മുടെയൊക്കെ പോലെ തന്നെയാണ്. നോക്കുക. പിന്നെ ഒരു ന്യൂനത പറയണെങ്കി പറയാം. അതെന്തുവാ ന്യൂനത? കുട്ടിയുടെ കല്യാണം മുമ്പ് ഒരിക്കൽ കഴിഞ്ഞതാണ്. 3 മാസം ഭർത്താവിന്റെ കൂടെ താമസിച്ചിട്ടുള്ളൂ. നാണണ്ടടാ പങ്കിയ നിനക്ക് ഇതും പറഞ്ഞിങ്ങോട്ട് വരാനായിട്ട്. 2 കെട്ടുകാരി അതോടാ അവനോട് നീ പെണ്ണാലോചിച്ചു വരുന്നത്. പിന്നെ എവിടേക്ക് എല്ലാവരും കൂടി എന്നെ കെട്ടിയൊരുങ്ങി അങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞേ? ആദ്യം കേക്കണ്ടേ പറയണത് എന്താന്ന്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി താല്പര്യം ഉണ്ടെങ്കിൽ മതിയെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട. അമ്മേ, ഇതിപ്പോ അത്ര വലിയൊരു വിഷയമാണോ? ആണ്. ഇവിടെ അത് വേണ്ട. എന്താണെന്ന്? ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ അറിയണ? അമ്മ വല്ല വഴക്ക് പറഞ്ഞ? ഇല്ല. പിന്നെ ഇത് വാപ്പ വിളിച്ചിരുന്ന? ഇല്ല. പിന്നെ എന്തിനാ നീ കരയണ? വിശക്കണണ്ടാ? ഇല്ല. പിന്നെ എന്താ ഉണ്ടായേ? ഒന്നുമില്ല. ഞാൻ വല്ല മോശമായിട്ട് പെരുമാറിയാ നിന്നോട്? പിന്നെ എന്തിനാ കരയണേന്ന് പറയണേ? അപ്പുണ്ണിയേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചതാ. എന്ത്? കല്യാണം. അതിന് ഞാനും കുറെ ആശ കൊടുത്തതാ. നീ അപ്പുണ്ണിയേട്ടനെ കെട്ടിക്കോളാന്ന? അല്ല. പിന്നെ കല്യാണത്തിനെ പറ്റി പറഞ്ഞു. അതിനിപ്പോ എന്താ ഉണ്ടായത്? അതിന് നീ കരയണ എന്തിനാ? ഞാൻ കാരണല്ലേ ഇപ്പൊ അത് മുടങ്ങിയേ. നിനക്കെന്താ പ്രാന്താണ്? അങ്ങനെ നീ കാരണം മുടങ്ങണ? ഇതിപ്പോ ഇവിടെ കൃഷിയാണ്, ഇതെന്തോരം മുടങ്ങിയേക്കണ്. അപ്പുണ്ണിയേട്ടൻ്റെ തന്നെ ഇത് 8-ഓ 10-ാമത്തെ ആയിട്ടാണ് കാണാൻ പോണത്. എൻ്റെ എത്ര മുടങ്ങിയിട്ടുണ്ട്, അനന്തേട്ടൻ്റെ മുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കല്യാണ പന്തലിൽ വെച്ചല്ലല്ലോ മുടങ്ങിയത്. ഇപ്പം നമ്മൾ ചെന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മുടങ്ങൂലേ? അതിൽ നീ പ്രയാസപ്പെടണ്ട കേട്ടാ. ഞാനിപ്പോൾ ഇത് നന്നായി എന്നാ കരുതണ. നീ ഈ വീട്ടിലൊന്ന് സെറ്റായി വരണതിന് മുമ്പ് വേറൊരു വകന്തയും കൂടി കയറി വന്ന് ആകെ മെനകേടാവും. അതിനു മുമ്പ് നീ എല്ലാവരും ഇഷ്ടമൊക്കെ ഒന്ന് സമ്പാദിച്ചു വെക്ക്.
എന്താ അമ്പിളിക്കാ? ഞാനുള്ള കാര്യം പറഞ്ഞ നീ അതിന് പ്രയാസപ്പെടണ്ട കേട്ടാ. സന്തോഷമായിട്ടിരിക്കും. ഞാൻ പൊറോട്ട ഇറച്ചി മേടിച്ചോണ്ട് വരാം. വേണ്ട. 3 പൊറോട്ട. വേണ്ട. ചിക്കൻ 65. വേണ്ട. എന്നിട്ട് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ്. നീ ഒന്ന് വെറുതെ ഇരിക്കും ഷാനു. ഒരു കാര്യം ഉണ്ടാക്കിയാണ് കരയാൻ വേണ്ടിയിട്ട്. ആ പുണ്യനൊക്കെ നമുക്ക് കെട്ടിക്കാം കേട്ടാ. സന്തോഷമായിട്ടിരിക്കും. ശരി. തിന്നോ. എന്താണ് എന്തിനാ എനിക്കൊരു സങ്കടം? നീ എന്തിനാ സങ്കടപ്പെടണേ? എൻ്റെ കല്യാണമല്ലേ മുടങ്ങിയേ? ഇനി കല്യാണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. തിന്നോ, തിന്നടി. ഒറ്റയ്ക്ക് വരെ സങ്കട എൻ്റെ കാര്യത്തിൽ. ആ ദേവികേ. ആ ഏട്ടാ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇതുവരെ എണീച്ചിട്ടില്ല. ഇന്നലെ രാത്രിയിൽ കുറേ മരുന്നുകളൊക്കെ ഉണ്ടേ, അപ്പൊ അതിന്റെ ക്ഷീണമായിരിക്കും. മയക്കത്തിലെന്നല്ലേ. ആ കുട്ടികളോ? പിള്ളേരും എണീച്ചിട്ടില്ലെന്നേ. അവരും കിടന്നുറങ്ങിയപ്പോ 12-1 മണിയായി. ആ അത് ശരിയാ. ശരി. എന്തായി അവിടെ അപ്പുണ്ണിയുടെ കാര്യം? അപ്പുണ്ണി വിഷമത്തിലാ? ആ അതിനിപ്പോ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അല്ല, എപ്പോഴത്തേക്കാ അപ്പൊ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ടോ? ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും എത്തും. ഉച്ചയ്ക്കോ? ആ ശരി ഏട്ടാ. ഏട്ടാ, ഏട്ടനെ ഇറങ്ങുമ്പോഴേ കുറച്ച് മീൻ വാങ്ങിച്ചേക്കോ. ഏത് മീനാ വാങ്ങിക്കേണ്ടത്? ഏട്ടന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. ആ എന്നാ പിന്നെ ചാള വാങ്ങിക്കാം. അങ്ങനല്ല, നെയ്മീൻ വാങ്ങിച്ചോ കിട്ടുമെങ്കിൽ. ചാളയും വാങ്ങിച്ചോ, അതിന്റെ കൂടെ നെയ്മീനും കുറച്ച്. നിനക്കിഷ്ടം ചെമ്മീനാണല്ലോ, അപ്പൊ ചെമ്മീനും വാങ്ങിക്കണം. എന്നാ ചെമ്മീനും വാങ്ങിച്ചോ. ഇതെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് അവിടെ ചോറൊന്നും വെക്കുന്നില്ലേ? പിന്നെ കുറച്ച് തക്കാളി വാങ്ങിച്ചോ. തക്കാളി, വെണ്ടയ്ക്കയും കൂടെ. വെണ്ടയ്ക്ക, പിന്നെ ഒരു 2 കിലോ സവോള. അതെ, ഒരു കാര്യം ചെയ്തോ, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ എനിക്ക് മെസ്സേജ് ചെയ്തോ. ഞാൻ വരുമ്പോൾ അത് വാങ്ങിച്ചിട്ട് വരാം. അതാ നല്ലത്. ഇത് ഈ ഓരോന്ന് പറഞ്ഞാലും നിന്റെ ഓർമ്മയിൽ നിൽക്കില്ല. ശരി ശരി, എന്നാ മെസ്സേജ് ഇട്ടേക്കാം. വെച്ചോ. ആരെ വിളിക്കണേ? ആരെ വിളിക്കണെന്ന് നോക്കിയാ. എന്ത് ഇപ്പൊ ആരെ വിളിച്ചേരുന്നെന്ന്? ഞാൻ എൻ്റെ ഫ്രണ്ടിനെ. അതെ, കോൺഫറൻസിന് പോവല്ലേ? കോൺഫറൻസ് പോവാണ്. അല്ല, പിന്നെ മീനും പച്ചക്കറിയൊക്കെ പറഞ്ഞ കേട്ടത്. ആ അതാർക്കാ? അപ്പൊ ഞങ്ങൾക്ക് ഭക്ഷണം ഒന്നും കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വെച്ചിട്ടുണ്ടാക്കുക? പിന്നെ വെച്ചിട്ടുണ്ടാക്കല്ലാതെ എല്ലാവരും കൂടെ കൂടിയിട്ട് വെച്ചിട്ടുണ്ടാക്കല്ലേ അവിടെയാ? ഓ അത് ശരി. അല്ല, സാധാരണ കാല ഓഫീസ് കാര്യങ്ങൾക്ക് പോകുമ്പോ പുറത്തുനിന്നാണല്ലോ കഴിക്കാറ് നീ. ആ ഇതങ്ങനല്ല, ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ വെച്ചിട്ടുണ്ടാക്കാണ്. ഓ അപ്പൊ ഈ മീനും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞു ഞാനേ. ആ അല്ല, ഞാൻ ഇങ്ങനെ ഇപ്പൊ എവിടേക്ക് വല്ല യാത്ര പോകണമെന്ന് വിചാരിച്ചു. അല്ലല്ല. എന്തേ? ഒന്നുമില്ല, ഞാൻ അത് കേട്ടപ്പോ ആരാ എന്താ അറിയാൻ വേണ്ടി. ഞാൻ ഇറങ്ങട്ടെ? പോയോ? പോവാ? ആ ഇറങ്ങണം. ഇറങ്ങട്ടെ? എവിടെ? ആ അമ്മേ, അമ്മേ, ഞാൻ ഇറങ്ങുക. ഇത് എവിടെയാണ്? അത് ഞാൻ ഇറങ്ങുക. എന്താ നേരത്തെ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മന്ത്ലി കോൺഫറൻസ് തുടങ്ങാൻ പോവാണെന്ന്. നിന്റെ ഒരു കോൺഫറൻസ് കഴിച്ചിട്ട് പോവാ. എൻ്റെ അമ്മ ഇനി കഴിക്കാൻ നിൽക്കുമ്പോഴേക്കും നേരെ ഒരുപാട് വൈകും. ഇപ്പൊ പോയ ഒരു ബസ് ഉണ്ട്, അതിന് പോവാം. ഇല്ലെങ്കിൽ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ 100 ചോദ്യങ്ങളാവും. എന്തിനു വൈകി, ഏതിനു വൈകി, പിന്നെ അതിനൊക്കെ ഞാൻ സമാധാനം പറയേണ്ടി വരും. ആരോട് സമാധാനം പറയാം? അത് അവിടെ വേറെ എൻ്റെ ഒരു മേലുദ്യോഗസ്ഥ ഉണ്ട്, അവളോട്. അവളോടാ?
ആ അമ്മേ, ഒരു മാഡം ചില നേരത്തെ എന്നൊക്കെ മീതിയാണ് അവള്. ആ ഏത് മേടായാലേ സീതാലക്ഷ്മിയുടെ മുകളിലേക്കൊന്നും പോവില്ല കേട്ടാ. അത് കറക്റ്റ് അല്ലേ? നമ്മുടെ മീതൊക്കെ ആര് വരും? ആ അപ്പൊ കഴിച്ചിട്ട് പോയാ മതി. ഇല്ലാന്ന്, ഞാൻ കഴിക്കാൻ നിൽക്കുമ്പോഴേക്ക് വൈകും. അതാണ്. ഷാഹിൻ അവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഒന്ന് നോക്കട്ടെ. ഇല്ല മോളെ ഷാഹിനെ. ഇപ്പൊ അമ്മയുടെ വാക്കും കേട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവളുടെ ചോദ്യത്തിനൊപ്പം ഞാൻ സമാധാനം പറയേണ്ടി വരില്ല. ഈശ്വര, ഇതെന്താണ് ഇവിടെ വന്ന് നിൽക്കണേ? ഞാൻ നിന്നെ അടുക്കളയിലത്തെ കാര്യം ഏൽപ്പിച്ചല്ലേ? കരയാണോ? അല്ലമ്മ. എന്താ പറ്റിയ? അമ്പിളി എന്തെങ്കിലും പറഞ്ഞ? ഇല്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ? ഇല്ലമ്മ. പിന്നെ എന്താന്ന് വെച്ചാ പറയൂ കുട്ടിയെ. അതമ്മ, ഞാൻ കാരണാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഓർക്കുമ്പോ. എങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്? അപ്പുണ്ണേട്ടന്റെ കാര്യം. ആ അതിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണം എന്നൊക്കെ പറയണത് ഒരു യോഗ. നടക്കേണ്ട സമയത്ത് നടന്നോളും. എന്നാലും ഞാൻ വന്ന് കയറിയുണ്ടല്ലേ. കല്യാണാലോചനയാകുമ്പോ അങ്ങനെ തന്നെയാ. വരും, മുടങ്ങും, പിന്നെയും വരും, അതിലേതെങ്കിലുമൊക്കെ നടക്കും. ഇതിപ്പോ ഇത് മുടങ്ങാനായിട്ട് ഇതൊരു കാരണമായിരുന്നേ ഉള്ളൂ. അതൊന്നും നീ കാര്യാക്കണ്ട. കണ്ണീരൊക്കെ തുടച്ചിട്ട് വന്നേ. എന്തോരം പണിയാ കിടക്കണേ? അതോ അമ്മ ചെയ്യണ? വേണ്ട വേണ്ട, ഞാൻ വരാം. ആ എന്നാ വായോ. ഇത്ര നേരമായി, ഇത് എന്തെടുക്കുവാ ഇത്? നീ എന്ത് ഫോൺ ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കണേ? ഇങ്ങോട്ട് വാടാ. പറ്റൂലെന്ന്. എന്തത്? ഇങ്ങോട്ട് വാ. എന്താണ്? നിന്നെ കണ്ട കാലിന്റെ മുട്ട് തല്ലി മുറിക്കാൻ നിൽക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വരായിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എൻ്റെ കാല് തല്ലുപിടിക്കാൻ നിൽക്കുന്നത്? ഇഷ്ടമില്ലാത്തടത്ത് അങ്ങ് കയറി കൊടുത്തിരുന്ന വലിയ നാണക്കേടായനെ. അവിടുന്ന് രക്ഷിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. എടാ പൊട്ടക്കിണർ കാണിച്ച് എന്നിട്ട് ചാടിക്കോളാൻ പറഞ്ഞു. കാലം അങ്ങോട്ട് എടുത്തു നോക്കാൻ നോക്കിയപ്പോൾ വേണ്ടാന്നും പറഞ്ഞു. ഇതല്ലേ ഉണ്ടായത്? അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു മറ്റേ കാര്യം എന്തായി? ഏത് കാര്യം? ആ രണ്ടാം കെട്ട് പെണ്ണിന്റെ കാര്യം. അയ്യോ അതൊന്നും വേണ്ട. അത് പറഞ്ഞപ്പോ തന്നെ ചേച്ചി വേണ്ടാന്ന് പറഞ്ഞു. അത് ശരിയാവില്ല. ആ അല്ല അത് പോട്ടെ. നീ ഇപ്പൊ ഏത് ആലോചന ആയിട്ടാ വന്നിരിക്കണേ? മൂവാറ്റുപുഴയെന്ന്. പെണ്ണല്ല കേട്ടാ. പിന്നെ ആണോ? ഇത് ഇച്ചിരി സ്ഥലമാണെന്ന്. 3/4 ഏക്കർ സ്ഥലമുണ്ട്. ചൂട് വിലക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് 6 മാസം കൊണ്ട് മറിച്ചു കൊടുത്ത് ഇരട്ടി വിലക്ക് വിൽക്കാന്നേ. എന്നാ പിന്നെ ആ ഓണർക്ക് തന്നെ അങ്ങോട്ട് 6 മാസം കഴിഞ്ഞിട്ട് മറിച്ച് ഇരട്ടി വിലക്ക് വിറ്റാ പോരെ? അയ്യേ, അത് അയാളുടെ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ അയാളെ പ്രതികൂട്ടിലാക്കിയപ്പോൾ ആ സ്ഥലം വിൽക്കാൻ അയാളെ പ്രേരിപ്പിച്ചു. അത്രേ ഉള്ളൂ. സാമ്പത്തിക ബുദ്ധിമുട്ടെന്നല്ലേ പറഞ്ഞേ? അതെ. അതിപ്പോ ആർക്കല്ലാത്ത റഹീമേ? അത് അറിയാലോ പങ്കിയമ്മാവന്. ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാലേ പോക്കറ്റിലായിട്ട് കാശ് വീഴത്തില്ല. ഒക്കെ ഭരണപക്ഷക്കാരെ എടുത്തോണ്ട് പോകും. അത് ശരി. അപ്പൊ നീ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് കാശുണ്ടാക്കാനാ? അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും സ്ഥലക്കച്ചവടമൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. പങ്കിയമ്മാവൻ ഇവിടെ വെറുതെ ചൊറിയും കുത്തിയിരുന്ന കാര്യം നടക്കുവോ? ഇതിലിപ്പോ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ കച്ചവടത്തില്? നമ്മുടെ ഗോപനുണ്ട്. അയ്യോ അവന്റെ കച്ചവടമാണോ? അവനല്ല, ഒക്കെ വേറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒന്ന് കാര്യഗൗരവമായിട്ട് സംസാരിക്കുക. പങ്കിയമ്മാവൻ കൂടെ കൂട്ടത്തിൽ വരണം. അതിനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എടാ ആദ്യം നിങ്ങൾ രണ്ടാളൊന്ന് പോയി നോക്ക്, എന്നിട്ട് ഞാൻ വരാം. അതല്ലേ നല്ലത്. ഇത്തരം ഒരു വിഷയത്തിൽ സഗൗരവം ഇടപെടണമെങ്കിൽ ഞാൻ വരാം. നിന്റെ സാഹിത്യം മുഴുവൻ കേൾക്കേണ്ടി വരും. അപ്പൊ എപ്പോഴാ പോണേ? നമുക്ക് നാളെ രാവിലെ 7 മണിക്ക് അങ്ങ് പോയാലോ? 7 മണി? ആയിക്കോട്ടെ, അങ്ങനെ ആവാം. എന്നാ വാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. അയ്യോ, ഒരു ചായക്ക് വേണ്ടി എൻ്റെ കാല് തല്ലി പിടിപ്പിക്കല്ലേ എൻ്റെ പൊന്നു പങ്കിയമ്മാവാ. അപ്പോ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയേക്ക. ആയിക്കോട്ടെ, പോകോട്ടെ എന്നാ. നേരോട്ടെ. ഇവനൊക്കെ നേതാവായുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്.
മജീദിക്കോ, മജീദിക്കാ, ദാ ഇവിടെ. ആഹാ, ഇവിടെ നിൽക്കുമായിരുന്നു. കൊള്ളാം. കറി വല്ലതും ഉണ്ടോ? ഓസിന് തിന്നാനായിരിക്കും. ഇല്ല, എനിക്ക് തിന്നാനല്ല, നിങ്ങൾക്ക് തിന്നാൻ വല്ല കറി ഉണ്ടോന്ന്. ആ, അത് ഞാൻ എന്തായാലും ചെയ്തോളാം. ആ, എന്നാ എന്നെ ചെയ്യണ്ട. വീട്ടിൽ കുറേ മീൻ കിട്ടിയായിരുന്നു, അത് നല്ല അടിപൊളി കറിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇത് കൂട്ടി കഴിച്ചാൽ മതി. ഡാ, മുളകിട്ടാണോടാ? അയ്യോ, മുളകിട്ടാ വേണ്ടേ? വേണം. അല്ല, മുളക് മീൻ കറിക്ക് നല്ലതാ. പക്ഷെ പുളിയാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. അയ്യോ, പുളി ഇട്ടിട്ടുണ്ട്. ഇട്ടോ? ആ, പുളിയും ഇച്ചിരി ആവാം മീൻ കറിക്ക്, കുഴപ്പമില്ല. ആ, ഇച്ചിരി എരിയും പുളിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് കുറേ നാളായില്ലേ, അതിനു വേണ്ടി കൊണ്ടുവന്നാ. ഓ.